Hey guys, welcome back to Solar Gaming. അപ്പോൾ guys ഇന്നാണ് ഞാൻ വന്നിരിക്കുന്നത് ഗ്രാനി ആയിട്ടാണ്. അത് ഗ്രാനിയിൽ സിവർ എസ്കേപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ guys സിവർ എസ്കേപ്പ് ആണ് guys ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സിവർ എസ്കേപ്പ് ചെയ്യുന്നതിന് മുമ്പ് എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക guys. റോഡ് ടു 100 ആണ് guys. 100 സബ്സ്ക്രൈബർ ആണ്. നമ്മൾ 100 സബ്സ്ക്രൈബേഴ്സിനാണ് ഇന്ന് പോകുന്നത്. എന്തായാലും guys ഇന്ന് ഒരു ദിവസം പോയി ചാവാണ്ട് നമ്മൾ ഇവിടുന്ന് എസ്കേപ്പ് ആവുന്നതായിരിക്കും ഗൈസ്, ഉറപ്പായി ഗൈസ്. അതിന് തന്നെ ഗൈസ് തള്ളനെ പൂട്ടിയിടണം, അല്ലെങ്കിൽ തള്ള മധുവളകിയ പോലെയാവും. ഞാൻ ഗൈസ് എപ്പോഴും ഇങ്ങനെ ചെയ്യുക, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ കളിക്കുക. എനിക്ക് പേടിയാണ് അങ്ങനെ കഴിഞ്ഞാൽ ഇവര് ജംസ്കെയർ ആണ് പെട്ടെന്നായിരിക്കും പേടിക്കുക. ഗൈസ് തള്ളെത്തി. അയ്യോ ഗായ്സ് കണ്ടു പൊട്ട് അയ്യോ ഇവിടെ ശബ്ദം ഉണ്ടാക്കാം. ഓക്കെ ഗൈസ് ഗ്രാനിൻ്റെ ഇതൊക്കെ പോയി. പിന്നെയാണെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു ചാനലുണ്ട്, സിവിൽ ഗെയിമിംഗ് എന്നാണ് ഗൈസ് പേര്. അപ്പോൾ അവനും കൂടി പോയി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. എന്നാൽ എല്ലാവരും പോയി അവന് സബ്സ്ക്രൈബ് ചെയ്യാൻ. അവൻ്റെ റൂട്ട് ടു 15 ആണ് ഗൈസ്. നമ്മുടെ തള്ള പോയിട്ടുണ്ട് ഉള്ളിലേക്ക്, കൂട്ടിയിടാം. ഓക്കെ ഗൈസ് ഇനി പണികൾ തുടങ്ങാനായിട്ട് ആദ്യം തന്നെ ഗൈസ് തോക്കാണ് ഗൈസ് എടുക്കേണ്ടത്. നമുക്ക് തോക്ക് വേണം ഗൈസ്, തോക്കോ അല്ലെങ്കിൽ വെപ്പനോട് വേണം. നമുക്ക് തോക്കിൻ്റെ സാധനങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നത് അറിയാം. ഞാൻ ഓർഡർ ചെയ്ത് ഇതിൻ്റെ സ്ഥലമൊക്കെ മിനിമം എനിക്ക് കുറച്ചൊക്കെ അറിയുമായിരുന്നു, ഏതൊക്കെ അവധിയാണ് ഒക്കെ അവിടെയാണ് ഗൈസ്. ഓക്കെ ഗൈസ് ഫസ്റ്റ് പീസ് വെച്ചു. സെക്കൻഡ് പീസ് പറയുന്നത് പീസ് ഇവിടെയാണ്. ഓക്കെ അതും വെച്ച് ഗൈസ് സെക്കൻഡ് പീസും. തേർഡ് പീസ് പറയാണ് ഗ്രാമീൻ്റെ ടെഡി ഇല്ലേ ഗൈസ്, ആ സ്ഥലത്തായിട്ടാണ് ഗൈസ് ഉള്ളത്. നമുക്ക് അതും പോയി എടുക്കണം ഗൈസ്. നമ്മുടെ ചാനലിലാണെങ്കിൽ അടിപൊളി വീഡിയോസ് ഇടുന്നുണ്ട് ഗൈസ്. അപ്പം അതൊക്കെ പോയി ചെക്കൗട്ട് ചെയ്യുക. പിന്നെ ഭൂരിഭാഗം പേരും സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നത്. വെറുതെ ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടാൽ മാത്രം മതി. ഓക്കെ എനിക്കതൊരു വീഡിയോ ഇടാനുള്ളൊരു ഇത് ആയിരിക്കും. അപ്പോൾ ഗൈസ് ക്യാമറ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് നേരെ ഗൈസ് പോവാം. പിന്നെ ഒരു പായലും പൂപ്പലും പിടിച്ചൊരു റൂമില്ലേ ഗൈസ്, ആ റൂമിലേക്കാണ് ഗൈസ് പോണേ. അപ്പോൾ ഗൈസ് സോറി എനിക്ക് പെട്ടെന്ന് എന്താ പറയേണ്ടത് കിട്ടിയില്ല, അത് കാരണം ഇത്ര നല്ല ചെയ്തു. നമ്മൾ അടുത്തത് ഷൂട്ട് ചെയ്തു ഗൈസ്. തള്ള നമ്മൾ വരാണ്ടിരിക്കാൻ വേണ്ടി ഗൈസ് നമുക്ക് ഇവിടെ ഫ്രീസ് ട്രാപ്പ് ഇട്ട് വെക്കണം ഗൈസ്. അപ്പോൾ ഗൈസ് ഫ്രീസ് ട്രാപ്പ് ഇട്ട് വെച്ച് കഴിഞ്ഞാലേ ഗൈസ് ഗ്രാനി ആ വഴിയെ വരാൻ കഴിയുള്ളൂ. അപ്പോൾ ഇതെടുത്തു കഴിഞ്ഞാൽ ഗ്രാനിക്കൊരു ഇളക്കം ഉണ്ടാവും, ഒരു ചൂടാവും. ഗ്രാനി ദേഷ്യപ്പെട്ട് നമ്മളെ കാണാണ്ട് തന്നെ ഇതാവും ഗൈസ്, പിടിക്കാൻ വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഗൈസ് നമുക്ക് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഗൈസ് ഇവിടെയാണ് ഗ്രാനി സ്പോണായിരിക്കണത് തന്നെ. നമുക്ക് ഇവിടുത്തെ ഇതൊക്കെ തട്ടിയിടാം. അപ്പോൾ ഗൈസ് ഇങ്ങോട്ട് വരും ഗ്രാനി. പിന്നെ ഷോർട്ട് ഗണ്ണും കൂടി എടുക്കാം. ഗൈസ് ശബ്ദം ഉണ്ടാക്കാൻ ഗ്രാനി വരുന്നത്. പിന്നെ നമ്മൾ ഗ്രാനി കാണാണ്ട് എസ്കേപ്പ് ആവണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ. ഓക്കെ തള്ള ഫ്രീസായി. നിങ്ങൾ എപ്പോഴും ഗ്രാനി കളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് അറിയാം. ഗ്രാനീനെ കൊന്നിട്ട് മാക്സിമം
കാക്കനെ കൊല്ലാൻ വേണ്ടി നോക്കുക. അല്ലെങ്കിൽ മറ്റേ തെടി എടുത്ത പോലെ അതിന്റെ കണ്ണൊക്കെ ചോന്നിട്ട് ഇതാവും. നമ്മളെ കാണാണ്ട് തന്നെ ഗൈസ് അറിയും. അത് കാരണം ഞാൻ പറയുന്നു, ആരങ്ങനെ ചെയ്യരുത്. ഓക്കെ ഗൈസ്, നമുക്ക് നേരെ കാക്ക അൽഫാം കാക്കച്ചി. ഓക്കെ ഗൈസ്, നമുക്ക് അടുത്ത സംഭവം ചെയ്യാം. കള്ള വീണ്ടും ചത്തവിടെയാണ് ഗൈസ്. കുറച്ചും കൂടി സ്പൂണായിട്ട് വെക്കുക ബിരിയാണി. ഗൈസ് നിങ്ങൾ വിചാരിക്കണ്ടാവും എന്തിനാണ് ഈ സംഭവമൊക്കെ. സിവർ എസ്കേപ്പ് ആവശ്യമുണ്ട് ഗൈസ്. ഓക്കെ, ഇതിന് വേണ്ടിയിട്ടാണ് ഗൈസ് എടുത്തു. ഇനി ഇത് അവിടെ കൊണ്ടുപോയി വെക്കണം. ഓക്കെ, ഇതുള്ളി കയറിയിട്ടുണ്ട്. നേരെ ഇത് ഉള്ളി കയറ്റാം. ഇനി ഒരു സാധനം മാത്രം മതി. അതിനാദ്യം ഗ്രാനിനെ കൊല്ലണം. ഓക്കെ ഗൈസ്, പിന്നെ തോക്ക് എടുക്കാൻ വേണ്ടി പോവാ. തോക്ക് കിട്ടി. പേരിനൊക്കെ മാറി ഇപ്പൊ തോക്ക്. ഓക്കെ ഗൈസ്, ബിരിയാണി വെച്ചാൽ ഇനി നമുക്ക് പ്രശ്നമൊന്നുമില്ല. ബിരിയാണിനെ നമുക്കിനി തോക്കും കൊണ്ട് വെടിവെക്കും ഗൈസ്. അപ്പോൾ ഗൈസ് 1.5 മിനിറ്റ് ഒക്കെ കിട്ടും ഗൈസ് നമുക്ക്. അതിനാണ് നമുക്ക് തോക്കും കൊണ്ട് ഗൈസ്. ഓക്കെ, ഇവിടെ ശബ്ദം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഓക്കെ ഗൈസ്, ഗ്രാനി തള്ളത്തി കുറച്ച് ഗൈസ് ഇത് നിൽക്കട്ടെ. ഇത് നമുക്ക് വേറൊരു പണി ചെയ്യാണ്ട് കള്ളയൊക്കെ മാറിയിട്ടുണ്ട്. ബുക്ക് കൊണ്ടേ വെക്കണം ഗൈസ്. ബുക്കില്ലെങ്കിൽ സിവർ ഇല്ല ഗൈസ്. അതാണ് നമ്മുടെ കളി. ബുക്കില്ലെങ്കിൽ സിവർക്ക് പോണ ഗ്ലിച്ചൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതൊക്കെ പോയി കാണുക ഗൈസ്. ഓക്കെ, ഇവിടെ വെച്ചു. ബിരിയാണി 2.5 മിനിറ്റിനാണ് ഈ വടിയായിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. ഇനി നമുക്ക് നേരെ ഷോട്ട് ഗൺ എടുക്കാം. ഇനി മൂന്നാമത്തെ ആ സാധനം ഇത് ചെയ്യണ്ടേ എടുക്കണ്ടേ, അതിനാണ്. ഓക്കെ ഗൈസ്, എടുക്കുക. നേരെ അവിടെ വെടിയേക്കാണ് സ്ക്രൂ ഡ്രൈവർക്ക്. പലർക്ക് ഇതെങ്ങനെ എടുക്കില്ല, സ്റ്റാർട്ടപ്പിൽ ഇരിക്കുമെന്ന് അറിയില്ലായിരുന്നു. പിന്നെ ഞാൻ പഠിച്ചത് ഇവിടെയായിട്ട് മറ്റേ റെസ്റ്റി പാഡ്ലോക്ക് ഉണ്ടാവും. റെസ്റ്റി പാഡ്ലോക്ക് നല്ല അത്യാവശ്യമുള്ള സംഭവം. നമ്മുടെ ആ ഗേറ്റിൻ്റെ ഇത് തുറക്കാൻ വേണ്ടിയിട്ടാണ് ഗൈസ് റെസ്റ്റി പാഡ്ലോക്ക് നമ്മൾ ഉപയോഗിക്കുക. അതൊക്കെ ഇല്ലാണ്ട് കളിക്കാൻ പറ്റില്ല ഗൈസ് ബിരിയാണി. ഓക്കെ, സെറ്റ് 3 വെച്ച്. പിന്നെ എന്തിനാ ഇവിടെ വെക്കുന്നതെന്നൊക്കെ നിങ്ങൾ വിചാരിക്കും ഗൈസ്. ഇവിടെ വെച്ചാലും നമുക്ക് നല്ലത് തന്നെ ഗൈസ് ഉണ്ടാവുമല്ലോ. നമുക്ക് വെറുതെ അതെടുത്ത് വെറുതെ ചാടിപ്പോലും വേണ്ട. ഓക്കെ, തള്ളുന്നു. ഓക്കെ, തള്ളില്ല. നമുക്ക് നേരെ പോയി ഇവിടെ ഇരിക്കാം. ഒരു ശബ്ദമൊക്കെ ഉണ്ടാക്കാം. തള്ളടിച്ചിട്ടുണ്ടെങ്കിൽ വരുന്നുണ്ടാവും. തള്ള വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. എന്ത് ചെയ്യാം, കുറച്ചേരം വെയിറ്റ് ചെയ്ത് നോക്കാം. 5-10 സെക്കൻഡ്. ഓക്കെ, തള്ളച്ച് എന്തെന്ന് അറിയില്ല. അതായത് സ്പൂണായിട്ട് വരുന്നില്ലേ, തള്ള വന്നതിന് അപ്പോൾ പിന്നെ നമ്മുടെ അടിയിലുള്ള ഒരു സ്പൈഡർ ഉണ്ട്. അതിനെ കൊല്ലാനേ കഴിയില്ല. വെറുതെ സമയം കളയാൻ വേണ്ടിയിട്ടുണ്ട്. നമുക്ക് പോവാം.
ഓക്കെ ഗൈസ്, ഒരു നിമിഷം പേടിച്ചു പെട്ടെന്ന്. പാടി തള്ളേ, എനിക്കുള്ള പണി ചായും തന്നെ തന്നില്ല. കുറച്ച് കഴിഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വരും. ഓക്കെ സെറ്റ്. നമുക്ക് ഇവിടുത്തെ ചാവി എടുക്കാം. ഈ ബുക്ക് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഈ ചാവി കിട്ടുള്ളൂ. ഈ ചാവി കിട്ടിയാലാണ് സിവർക്ക് പോകാൻ പറ്റുള്ളൂ. പലവർക്കും ഇതറിയില്ല. ഇപ്പൊ തന്നെ റീസെന്റ് ആയിട്ടുള്ള വീഡിയോ കാരനൊക്കെ അറിയും. ഗെയിം കറക്ഷൻ മാസ്റ്റർ അങ്ങനെയൊക്കെ ഗൈസ്. ഓക്കെ, നമ്മൾ സക്സസ്ഫുള്ളി ചാടിയിട്ടുണ്ട് ഗൈസ്. ഇവിടെ ഓക്കെ ഇത് ചെയ്യാം. ഫസ്റ്റ് ഗൈസ്, ഫസ്റ്റ് പെല്ലൊക്കെ എടുക്കാം. ഓക്കെ ഗൈസ്, ഒരു സാധനം പോകും. ആരും പേടിക്കൊന്നും വേണ്ട ഗൈസ്. അതതിന്റെ സ്ഥിരം ജോലിയാണ് ഗൈസ്. ഇതുകൂടെ ഇടാം തൽക്കാലത്തിന്. ഗൈസ് സ്പൈഡർ നിർത്തിക്കുക. സ്പൈഡർ ഓവറായിട്ടൊന്നും ചെയിൻ കാട്ടർ എടുത്തത്. ചെയിൻ കാട്ടർ വെറുതെ അളകിക്കൊണ്ടേയിരിക്കുന്നത്. അതെടുക്കാം. ഏത് വഴിയാ ഗൈസ് പോകുന്നത്? ഓ ഗൈസ്, ആ വഴി വന്ന സീനാണ്. ഞാൻ ഉണ്ടാവും. ഓക്കെ, ഓ ഗൈസ്, ഓ ഗൈസ് നമുക്ക് ജസ്റ്റ് മിസ്സിലാണ് ഗൈസ്. അവിടെ ഒക്കെ തെറ്റി മൂന്നാമത്തെ കൂടെ എടുക്കാൻ പോലെ എസ്കേപ്പ് ആവാറായി നമ്മ. ഗൈസ് തള്ളി അപ്പളെ വെച്ച് നമ്മൾ ഫീസ് അതിലിപ്പോ പോയി പെട്ടിരിക്കുക. തള്ളക്ക് ബുദ്ധിയില്ല ഗൈസ്, വട്ടാണ് തോന്നുന്നു. ആ ഫ്രീസ് ട്രാപ്പിൽ പോയി നോക്കിക്കുക. നമ്മൾ ഇവിടെയാണ് ഗൈസ്. ഇതിന്റെ ശബ്ദം കൂടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എസ്കേപ്പ് ആവുന്നതേ ഉള്ളൂ. ഒന്ന് പോയിക്കുരുവോ? ഓക്കെ ഗൈസ്, ഫൈനലി എസ്കേപ്പ് ആവാറായി നമ്മ. യെസ്, ഇനി നമ്മൾ ഒരു തടയാൻ കഴിയില്ല ഗൈസ്. ഒരു ബാക്ക് പോവാ. അപ്പൊ ഷോർട്സ് ഒക്കെ ഇടാൻ ഫൈനലി എസ്കേപ്പ് ഗൈസ്. ഒന്ന് വെച്ചു, രണ്ട് തുറന്നു, മൂന്ന് തുറന്നു. തുറന്നിരിക്കുന്നത് എവിടെ ഗൈസ്? തള്ളേ, ഞാൻ അടുത്തവണ വരും ഹാർഡ് മോഡിൽ. അതും ടെടി എടുത്ത് തന്നെ എസ്കേപ്പ് ഔട്ടാ. അവിടെ പറഞ്ഞിട്ടെന്താ പോവാ കണ്ടോ? ഞാൻ ടെടി എടുത്തിട്ട് അടുത്ത പ്രാവശ്യം വരും. പഠിക്കണ്ട. തള്ളയൊക്കെ വായും പറഞ്ഞു ഗൈസ്. എങ്ങനെ എസ്കേപ്പായി പറഞ്ഞ് വിചാരിച്ചിട്ടാണ് കട്ട കരിപ്പിലാണ് ഗൈസ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഗൈസ്. അപ്പോൾ ലവ് ആൻഡ് ടേക്ക് കെയർ.